Welcome to RK's Stories. രുദ്ര ഒരു പുനർജന്മ പ്രണയം ഭാഗം 18. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ആദിയും ദുർഗയും താഴേക്ക് പോകുന്നത് കണ്ട അവരുടെ കുതിരകൾ അവർക്ക് പുറകെ താഴെ കിടങ്ങിലേക്ക് പറന്നുവെങ്കിലും അങ്ങ് താഴെ തിളച്ചുമറിയുന്ന ലാവയുടെ ശക്തിയേറിയ ചൂട് അവയുടെ ചിറകുകളിൽ ഏൽക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ താഴേക്ക് പോകുവാൻ സാധിക്കാതെ ആ കുതിരകൾ രണ്ടും കിടങ്ങിനകത്ത് തന്നെയായി ചിറകുകൾ വിരിച്ച് പറന്നു നിന്നു. ആ കിടങ്ങിനകത്ത് താഴെ തിളച്ചുമറിയുന്ന ലാവയിലേക്ക് വീണുകൊണ്ടിരുന്ന ദുർഗയുടെ പുറകെ അതിവേഗം പാഞ്ഞു ചെന്ന ആദി ഇടത് കൈയിൽ അവളെ വട്ടം ചുറ്റി തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. അതോടൊപ്പം അവൻ വലത് കൈ മുകളിലേക്ക് ഉയർത്തി. അവന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട ത്രിശൂലം താഴേക്ക് വീഴുന്നതിനിടയിൽ തന്നെ ആദി ആ കിടങ്ങിന്റെ ഒരു വശത്തുള്ള പാറയിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കി. താഴെ ചുട്ടുപഴുത്ത ലാവയിലേക്ക് വീഴാതെ അവളെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ പാറയിൽ തളച്ചു നിന്നിരുന്ന ത്രിശൂലത്തിൽ ആദി തൂങ്ങിക്കിടന്നു. ആദിയുടെയും ദുർഗയുടെയും ഭാരം മൂലം ആ ത്രിശൂലം മുകളിലേക്കും താഴേക്കും മെല്ലെ ആടിക്കൊണ്ടിരുന്നു. മരതക വള അണിഞ്ഞിരുന്നിട്ടും എങ്ങനെയാ നിനക്ക് മുറിവേറ്റത്? തന്റെ ഇടത് കൈയിൽ തളർന്നു കിടക്കുന്നവളോട് അവൻ ചോദിച്ചു. ആ ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള ഭാഗങ്ങളും അതീന്ദ്രിയ ശക്തികളുടെ കേന്ദ്രമാ. അതിന്റെ പ്രഭവസ്ഥാനം ആ ഇന്ദ്രനീല വളയും. ആ ഇന്ദ്രനീല വള നിന്റെ കയ്യിലേക്ക് എത്താത്തിടത്തോളം കാലം ഈ കിടങ്ങ് കടന്നാല് മരതക വള കൊണ്ട് പൂർണ്ണമായ സംരക്ഷണം കിട്ടുകയില്ല. മാത്രമല്ല, എന്റെ ശരീരത്തിൽ കൊണ്ടത് കൗശല്യന്റെ ശക്തിയാൽ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളാ. അതുകൊണ്ടാ എനിക്ക് മുറിവേറ്റത്. കിടങ്ങിനപ്പുറത്തായിരുന്നെങ്കിൽ എനിക്ക് മുറിവേൽക്കില്ലായിരുന്നു. അടുത്ത നിമിഷം കിടങ്ങിനകത്തു നിന്നും ഭയാനകമായ ഒരു ശബ്ദം കേട്ടു. കൗശല്യന്റെ അനുഗ്രഹത്താലെ ശക്തി പ്രാപിച്ച നാഗറാവു ആണത്. ഇപ്പോ അവനൊരു രാക്ഷസനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആദി, അവൻ എത്തും മുമ്പ് ഇവിടെ നിന്നും പുറത്തു കടക്കണം. പക്ഷെ എങ്ങനെ? നിനക്ക് ഈ കിടങ്ങിനകത്ത് ശക്തി ലഭിക്കില്ലല്ലോ. കിടങ്ങിന് പുറത്ത് ഇപ്പുറത്തെ വശത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ശക്തികൾ തിരികെ ലഭിക്കും. വേഗം ആവട്ടെ. അല്പമൊന്ന് ആലോചിച്ചതിന് ശേഷം ആദ്യ തന്റെ ഇടത്തെ കൈകൊണ്ട് അവളുടെ വസ്ത്രത്തിൽ പിടിച്ച് പതുക്കെ താഴേക്ക് തൂക്കി. വലത് കൈകൊണ്ട് ആ ത്രിശൂലത്തിൽ തൂങ്ങി കിടന്നുകൊണ്ട് തന്നെ ഇടത് കൈയിൽ കിടന്ന ദുർഗയെ ശക്തിയോടെ മുകളിലേക്ക് അവളുടെ കുതിരയെ ലക്ഷ്യമാക്കി അവൻ ആഞ്ഞെറിഞ്ഞു. തല കീഴായി കറങ്ങിത്തിരിഞ്ഞ് മുകളിലേക്ക് ഉയർന്ന ദുർഗ കുറച്ച് മുകളിലായി പറന്നു നിൽക്കുകയായിരുന്ന അവളുടെ കുതിരയുടെ മുകളിലേക്ക് ഉയർന്നതിന് ശേഷം വീണ്ടും താഴേക്ക് വീണു. മുകളിലേക്ക് പറന്ന ആ കുതിര അവളുടെ തൊട്ട് താഴെ എത്തി ചിറകുകൾ അല്പം മുകളിലേക്ക് ഉയർത്തി വിരിച്ചു പിടിച്ച് താഴെ വീഴാതെ അവളെ താങ്ങി നിർത്തി. ആ കുതിരയുടെ കുഞ്ചിരോമങ്ങളിൽ പിടിച്ച് അവൾ അതിനു മേലെ തളർന്നു കിടന്നു. അവളെയും കൊണ്ട് മുകളിലേക്ക് പറന്നുയർന്ന ആ കുതിര കിടങ്ങിന് ഇപ്പുറത്തായി താഴേക്ക് ഇറങ്ങി. കിടങ്ങിന്റെ ഇപ്പുറത്ത് എത്തിയതും ശക്തികൾ തിരികെ കിട്ടി അവളുടെ ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. ക്രമേണ മുറിവുണ്ടായ പാടുകൾ പോലും അവശേഷിപ്പിക്കാതെ അവളുടെ ശരീരം പഴയതുപോലെയായി മാറി. താഴെ കിടങ്ങിൽ ത്രിശൂലത്തിൽ തൂങ്ങിക്കിടന്ന ആദി സർവശക്തിയും ഉപയോഗിച്ച് താഴേക്കൊന്നാഞ്ഞു. അവന്റെ ശക്തിയാൽ താഴേക്ക് വളഞ്ഞ ത്രിശൂലം മുകളിലേക്ക് തിരികെ ഉയർന്ന സമയം അവൻ സർവശക്തിയും എടുത്ത് പുറത്തേക്ക് കുതിച്ചു. മുകളിൽ പറന്നു നിൽക്കുകയായിരുന്ന അവന്റെ കുതിരയുടെ മേൽ കാലുകൾ കുത്തിനിന്ന അവനെയും കൊണ്ട് ആ കുതിരയും മുകളിലേക്ക് ഉയർന്നു. ദുർഗയുടെ അരികിലായി വന്നു നിന്ന കുതിരയുടെ മുകളിൽ നിന്നും അവൻ താഴേക്ക് ചാടി ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ അടുത്തെത്തി അവൻ ആദ്യം നോക്കിയത് അവളുടെ മുറിവുകളായിരുന്നു. ആ മുറിവുകളെല്ലാം ഭേദമായത് കണ്ട് ആശ്വാസത്തോടുകൂടി അവൻ അവളെ നോക്കി ചിരിച്ചു. എന്തുകൊണ്ടാ കുഞ്ഞ നിന്റെ കയ്യിലുള്ള മരതവളയ്ക്ക് കിടങ്ങിന്റെ അപ്പുറത്തേക്ക് ശക്തി ലഭിക്കാഞ്ഞത്? വീരഭദ്രന്റെ കയ്യിലുള്ള പവിഴവളയും എന്റെ മരതകവളയും പിന്നെ ആ ക്ഷേത്രത്തിനകത്ത് സുവർണ പേടകത്തിലിരിക്കുന്ന ഇന്ദ്രനീലവളയും ഒരുമിച്ച് ചേരുമ്പോഴാ ത്രയംബക കവചമായി മാറുന്നത്. ഇന്ദ്രനീലവള അതിന്റെ നാഥനായി നിന്റെ കയ്യിൽ എത്താത്തിടത്തോളം കാലം ആ സ്ഥാനത്തേക്ക് കിടക്കുന്ന ഏതൊരു ശക്തിയെയും അത് ചെറുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മരതകവളയ്ക്ക് ആ മാന്ത്രിക സ്ഥാനത്ത് എത്തുമ്പോൾ പകുതി ശക്തിയേ ഉണ്ടാകും. ഈ കിടങ്ങിനപ്പുറം അതിശക്തമായ മാന്ത്രിക ബന്ധനം ഉള്ളതാ. മരതകവള അണിഞ്ഞിരിക്കുന്ന എനിക്കും മഹാദേവന്റെ ദിവ്യായുധത്തിന്റെ ചൈതന്യമുള്ള നിനക്കും പിന്നെ പവിഴവള അണിഞ്ഞിരിക്കുന്ന വീരഭദ്രനും അല്ലാതെ മറ്റാർക്കും അങ്ങോട്ടേക്ക് പ്രവേശിക്കാനാകില്ല. അതുകൊണ്ടാ അപ്പുറത്തേക്ക് പോകാതെ അസുരനായി മാറിയ നാഗറാവു നമ്മളെ തടഞ്ഞത്. നിന്റെ കയ്യിൽ ഇന്ദ്രനീലവള എത്താതെ തടയുക എന്നതാ അവന്റെ ലക്ഷ്യം. അവനെ നേരിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ദ്രനീലവള ഇല്ലാത്തിടത്തോളം കാലം നിന്നെ മാരകമായി മുറിവേൽപ്പിക്കാൻ അവന് സാധിക്കും. അവൻ എത്തിക്കഴിഞ്ഞതു. അതും പറഞ്ഞ് ദുർഗ കിടങ്ങിന് നേർക്ക് നോക്കി.
കിടങ്ങിന്റെ അകത്തു നിന്നും കല്ലുകൾ പൊടിഞ്ഞു മാറുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ആദ്യം അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയത്. ആദ്യം അവൻ കണ്ടത് കിടങ്ങിന് പുറത്തേക്ക് നീണ്ടുവരുന്ന ഭീമാകാരങ്ങളായ 2 കൈകളാണ്. ആ കൈകൾ നിറയെ ഐസിന്റെ ശൽക്കങ്ങൾ. അത് കിടങ്ങിലെ ചൂട് മൂലം ഉരുകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഉരുകി മാറുന്ന ഐസ് ശൽക്കങ്ങൾക്ക് പകരം ആ കൈകളിൽ നിന്നും പുതിയവ രൂപം കൊള്ളുന്നു. പുറത്തേക്ക് വന്ന ആ കൈകൾ തറയിൽ അള്ളിപ്പിടിച്ചു. അടുത്ത നിമിഷം മുകളിലേക്ക് ഉയർന്നു ചാടി അവരുടെ മുന്നിൽ വന്നു നിന്ന ആ ഭീകര രൂപത്തിലേക്ക് ആദ്യ മിഴികൾ പായിച്ചു. ശരീരം നിറയെ ഐസ് ശൽക്കങ്ങളാൽ പൊതിഞ്ഞ് 8 അടിയോളം ഉയരമുള്ള അതിഭീകരമായ ഒരു അസുര രൂപം. കൈകൾ ഇരുവശത്തേക്കും വിടർത്തിപ്പിടിച്ച് അവൻ ഉഗ്രമായി അട്ടഹസിച്ചു. അവന്റെ അട്ടഹാസവും അലർച്ചയും അവിടെ ആകെ മുഴങ്ങി. രുദ്ര, ഞാൻ നാഗറാവു നിന്നെ ഇല്ലാതാക്കുവാൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് നിന്റെ അവസാനമാണ് രുദ്ര. അത് കഴിഞ്ഞ് ഇവളെ ഞാൻ കൊണ്ടുപോകും എന്റെ ഗുരുവിന് ബലി നൽകുവാനായി. രുദ്രന്റെയും കുമാരിയുടെയും കുതിരകൾ ഉറക്കെ ചിനച്ചുകൊണ്ട് തല കുലുക്കി കൊമ്പുകൾ മുന്നോട്ട് പിടിച്ച് ആ രാക്ഷസ രൂപത്തിന് നേരെ പാഞ്ഞെടുത്തു. തന്റെ നെഞ്ചിന് നേരെ വന്ന ആ കൊമ്പുകൾ 2 കൈകൾ കൊണ്ടും പിടിച്ച് അവൻ ആ കുതിരകളെ വളരെ നിസ്സാരമായി ഇരുവശത്തേക്കും വലിച്ചെറിഞ്ഞു. അടുത്ത നിമിഷം അവൻ 2 കൈകളും ആദിയുടെയും ദുർഗയുടെയും നേരെ നീട്ടി. ആ കൈകളിൽ നിന്നും ഊർത്ത ഐസിന്റെ കഷ്ണങ്ങൾ അവർക്ക് നേരെ ചീറിപ്പാഞ്ഞു. ഞൊടിയിടയിൽ ആദിയുടെ കയ്യിൽ വലിയൊരു പരിച പ്രത്യക്ഷപ്പെട്ടു. അതേസമയം ദുർഗയുടെ ചുറ്റിനും സുരക്ഷിത വലയം തീർത്തുകൊണ്ട് ഹരിതകിരണങ്ങളും ഉയർന്നു. ദുർഗയുടെ നേരെ വന്ന ഐസ് മുനകൾ അവൾക്കു ചുറ്റിനും ഉയർന്ന കിരണങ്ങളിൽ തട്ടി തകർന്നപ്പോ ആദി പരിച തന്റെ മുന്നിൽ ഒരു കവചമാക്കി പിടിച്ചുകൊണ്ട് ആ രാക്ഷസ രൂപത്തിന് നേരെ ഓടി. അവന്റെ അടുത്തെത്തിയതും മുകളിലേക്ക് ഉയർന്നു ചാടിയ ആദിയുടെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വലിയ വാൾ പ്രത്യക്ഷപ്പെട്ടു. ഇടതേ കൈയിൽ പരിചയും വലതേ കൈയിൽ വാളുമായി മുകളിൽ നിന്നും തന്റെ നേരെ ചാടി വരുന്ന ആദിയെ കണ്ട അസുരൻ തന്റെ ഇടത് കൈ അവന് നേരെ ഉയർത്തി. ആ കൈ കൂർത്ത മുനയുള്ള ഐസിന്റെ ഒരു കുന്തമായി മാറി. താഴേക്ക് വന്ന ആദി തന്റെ ഇടത് കൈയിലെ പരിച താഴേക്ക് പിടിച്ച് 2 കാലുകളും അതിൽ ചവിട്ടി നിന്നുകൊണ്ട് ആ അസുരൻ നീട്ടിപ്പിടിച്ച ഐസിന്റെ കുന്തത്തിലേക്ക് അമർന്നു. അതോടൊപ്പം തന്നെ അവൻ തന്റെ വലത് കയ്യിലിരുന്ന വാൾ ആ അസുരന്റെ ശിരസ് ലക്ഷ്യമാക്കി ആഞ്ഞു വീശി. തന്റെ ശിരസിന് നേരെ വരുന്ന ആദിയുടെ ശക്തിയേറിയ ആ വാൾ അസുരൻ തന്റെ വലത് കൈ ഉയർത്തി തടഞ്ഞു. അവന്റെ വലത് കൈ മുട്ടിനു മുകളിൽ വെച്ച് മുറിഞ്ഞു നീങ്ങി. പരിചയിൽ കുത്തിയ കാലുകളിൽ ഊന്നൽ കൊടുത്ത് ആദി പുറകോട്ട് ഉയർന്നു ചാടി മറിഞ്ഞ് അസുരന് മുന്നിൽ നിലത്ത് കാൽകുത്തി നിന്നു. ആ അസുരൻ മുറിഞ്ഞറ്റുപോയ തന്റെ വലത് കൈയിലേക്ക് നോക്കിയതിനു ശേഷം ആദിയെ നോക്കി ആർത്തട്ടഹസിച്ചു. ആദിയും ദുർഗയും അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കെ ആ അസുരന്റെ കൈ പഴയതുപോലെ വളർന്ന് പൂർവ്വസ്ഥിതി പ്രാപിച്ചു. ആ സമയം ദുർഗയുടെ കാതുകളിൽ പരമഹംസ ഗുരുക്കളുടെ വാക്കുകൾ മുഴങ്ങി. കുമാരി, അവന്റെ ഹൃദയം തകർക്കണം, എങ്കിലേ അവനെ വധിക്കുവാൻ സാധിക്കൂ. നെഞ്ചിന് താഴെയുള്ള ഭാഗത്ത് മുറിവേൽപ്പിക്കണം. ആ ഭാഗം വഴിയാണ് കൗശല്യൻ തന്റെ ശക്തികൾ അവനിലേക്ക് പകർന്നത്. അവന്റെ ശരീരത്തിൽ മറ്റൊരു ഭാഗത്തും സാധാരണ ആയുധത്താൽ മുറിവേൽക്കില്ല. രുദ്രന്റെ ദിവ്യായുധം ഉപയോഗിച്ചാൽ മുറിവേൽക്കുമെങ്കിലും അവന്റെ ആ ശരീരഭാഗം വളർന്ന് പഴയതുപോലെ ആയിത്തീരും. ആദിയോടവൾ ആ കാര്യം പറയും മുൻപേ തന്നെ അവൻ വീണ്ടും വാളുമായി ആ അസുരന് നേരെ പാഞ്ഞു കഴിഞ്ഞിരുന്നു. തന്റെ നേരെ പാഞ്ഞു വരുന്ന ആദിയെ കണ്ട് ആ അസുരൻ 2 കൈകളും കൂട്ടിപ്പിടിച്ച് ആദിയുടെ നേരെ ആഞ്ഞു വീശി. ഓടിവരുന്ന ആദിയുടെ കാലുകൾ ലക്ഷ്യമാക്കി മുന്നോട്ട് വീശിയ അസുരന്റെ ആ കൈകൾക്ക് നീളം വർദ്ധിച്ചു വന്നു. തന്റെ നേരെ വീശിയ അവന്റെ കൈകൾക്ക് നീളം വർദ്ധിക്കുന്നതും ആ കൈകൾ തന്റെ കാലുകൾ ലക്ഷ്യമാക്കി വരുന്നതും കണ്ട് ആദി പരിച ഉപയോഗിച്ച് ആ കൈകളെ തടയാൻ നോക്കിയെങ്കിലും ശക്തമായി പതിച്ച ആ പ്രഹരത്താൽ അവൻ തല കീഴായി ദൂരേക്ക് തെറിച്ചു. അകലേക്ക് തെറിച്ച ആദി കുറച്ചപ്പുറത്തുള്ള ഒരു മരത്തിൽ ചെന്ന് തട്ടി താഴെ വീണു. അവന്റെ ശക്തിയാൽ ആ മരം നടുഭാഗം വെച്ചൊടിഞ്ഞ് പുറകോട്ട് മറിഞ്ഞു. ആദി തെറിച്ചുപോയി മരത്തിൽ ചെന്നടിക്കുന്നതും ആ മരം 2ആയി ഒടിഞ്ഞ് പുറകോട്ട് മറിയുന്നതും ശ്രദ്ധിച്ചു നിന്ന ദുർഗ ആദിയുടെ നേരെ പാഞ്ഞു വരുന്ന ഐസിന്റെ കുന്തങ്ങൾ ശ്രദ്ധിച്ചില്ല. അടുത്ത നിമിഷം ആ അസുരന് നേരെ തിരിഞ്ഞ ദുർഗ അപ്പോഴാണ് ആദിയുടെ നേരെ ചീറി വരുന്ന ആ കുന്തമുനകൾ കണ്ടത്. അവൾ അതിനു നേരെ കൈകുളിർത്തി തന്റെ ശക്തികിരണങ്ങൾ പായിച്ചെങ്കിലും വൈകിപ്പോയിരുന്നു. ആദിക്കും തന്റെ പരിച ഉയർത്തി തടയാൻ കഴിയുന്നതിന് മുൻപേ ആ ഐസിന്റെ കൂർത്ത മുനകൾ അവന്റെ ശരീരത്തിൽ പലയിടങ്ങളിലായി തുളച്ചു കയറി. അവന്റെ ശരീരം തുളച്ച് മറുപുറം കടന്ന ആ ഐസിന്റെ കുന്തങ്ങൾ പുറകിലെ മരത്തിൽ തുളച്ചു കയറി നിന്നു. മരത്തിൽ തറച്ചതുപോലെ കിടന്ന ആദിയുടെ അടുത്തേക്ക് അലറിക്കരഞ്ഞുകൊണ്ട് ദുർഗ ഓടി. അവന്റെ അടുത്തെത്തിയ അവൾ തന്റെ ശക്തിയാൽ അവന്റെ ശരീരത്തിൽ തറച്ചിരുന്ന കുന്തമനകൾ ഉരുക്കി ഇല്ലാതെയാക്കി. താഴേക്ക് ഇരുന്ന് അവനെ കൈകളിൽ താങ്ങി മടിയിൽ കിടത്തി അവൾ ഉറക്കെ കരഞ്ഞു.
അവന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ദിവ്യായുധ ശക്തിയാൽ ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും കൗശല്യന്റെ ആയുധമേൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാതെ തന്നെ അവന്റെ ശരീരത്തിൽ നിന്നു. ആദ്യം അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് ആ അസുരനെ നോക്കി. ദുർഗയെ ലക്ഷ്യം വെച്ച് അവൻ മുന്നോട്ട് വരികയായിരുന്നു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ ആദി കൈകൾ ഉയർത്തി. കൈകളിൽ പ്രത്യക്ഷമായ ത്രിശൂലം അവൻ അസുരന് നേരെ ആഞ്ഞെറിഞ്ഞു. വെട്ടിത്തിളങ്ങിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞ ത്രിശൂലം ആ അസുരന്റെ ശിരച്ഛേദം നടത്തി തിരികെ അവന്റെ കൈകളിലെത്തി അപ്രത്യക്ഷമായി. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അറ്റുപോയ ആ ശിരസിന്റെ സ്ഥാനത്ത് പുതിയൊരു ശിരസ് മുളച്ചു വന്നു. അവന്റെ ഹൃദയം പിളർക്കണോ ആദി, എങ്കിലും അവൻ മരിക്കും. നെഞ്ചിന് താഴെ മുറിവേൽപ്പിച്ച് അതുവഴിയാ ഹൃദയം തകർക്കണം. തന്റെ മടിയിൽ കിടക്കുന്ന ആദിയോട് കരഞ്ഞും കൊണ്ട് അവൾ പറഞ്ഞു. ആദി അവളെ നോക്കി ഒന്ന് ചുമച്ചു. അവന്റെ വായിൽ നിന്നും പുറത്തേക്കൊഴുകിയ രക്തം കണ്ട് അവൾ വീണ്ടും ഉറക്കെ കരഞ്ഞു. അടുത്ത നിമിഷം മറ്റൊന്നും ആലോചിക്കാതെ അവൾ തന്റെ കയ്യിൽ അദൃശ്യമായി കിടന്നിരുന്ന ആ മരതകവള ഊരി അവന്റെ കയ്യിലേക്കിട്ടു. അവൾക്കു ചുറ്റുമുണ്ടായിരുന്ന ആ പച്ച പ്രകാശകിരണങ്ങൾ തന്റെ ശരീരത്തിനെ പൊതിയുന്നതും അവളുടെ ആ കണ്ണുകളുടെ നിറം സാധാരണ നിലയിലേക്ക് മാറുന്നതും അവൻ അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് കണ്ടു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്കെത്തിയ അസുരൻ കാലുയർത്തി വീണ്ടും ആദിയെ ആഞ്ഞു തൊഴിച്ചു. അവിടെ നിന്നും ദൂരേക്ക് തെറിച്ച ആദി അല്പം അകലെ ഒരു പാറയിൽ പോയി ഇടിച്ച് താഴേക്ക് വീണു. അവിടെ നിന്നും തല ഉയർത്തി നോക്കി അവൻ കണ്ടത് ദുർഗയെ എടുത്ത് തന്റെ തോളിലേക്കിട്ട് ആ കിടങ്ങിന് നേരെ ഓടുന്ന അസുരനെയാണ്. അവന്റെ തോളിൽ കിടന്ന അവൾ തന്റെ നേരെ കൈകൾ നീട്ടി കരയുന്നത് ആദി നിസ്സഹായനായി അവിടെ കിടന്നും കണ്ടു. കിടങ്ങിന്റെ അടുത്തെത്തിയ അസുരൻ തോളിൽ കിടന്നിരുന്ന ദുർഗയെ ഇടത് കൈകൊണ്ട് പിടിച്ച് വലത് കൈയും കാലുകളും ഉപയോഗിച്ച് കിടങ്ങിലെ പാറകളിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ ആ കിടങ്ങിനകത്തെ പാറകളിൽ തട്ടി മുഴങ്ങി. താഴേക്കിറങ്ങിയ അസുരൻ കിടങ്ങിന്റെ അകത്തുള്ള ഒരു ഗുഹയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോ മുകളിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന ഒരു കയർ താഴേക്ക് വന്ന് അവരെ അടിമുടി ചുറ്റി വരിഞ്ഞു. അവരെ രണ്ടുപേരെയും പൂർണ്ണമായി ചുറ്റി വരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ കയർ മുകളിലേക്ക് വലിയാൻ തുടങ്ങി. അസുരനായ നാഗറാവു തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ പാറകളിൽ അള്ളിപ്പിടിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും മുകളിലേക്കുള്ള അതിശക്തമായ വലി മൂലം അവൻ പിടിച്ചിരുന്ന പാറകൾ അടർന്ന് താഴേക്ക് പതിച്ചു. താഴെ തിളച്ചുമറിയുന്ന ലാവയിൽ വീണ കല്ലുകൾ നിമിഷനേരം കൊണ്ട് തീയും പുകയും ഉയർത്തി കത്തി അമർന്നു. ആ പാറകളിൽ അള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിച്ച അവന്റെ നഖത്തിന്റെ ഉരച്ചിൽ പാറകളിൽ സൃഷ്ടിച്ചും കൊണ്ട് അവനെയും ദുർഗയെയും ആ കയർ മുകളിലേക്ക് വലിച്ചു കയറ്റി. കയറിന്റെ മറ്റേ അറ്റം ശരീരത്തിൽ ചുറ്റി അവരെ മുകളിലേക്ക് വലിച്ചു കയറ്റിയത് ആദിയായിരുന്നു. അവന്റെ ശരീരത്തിലെ മുറിവുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. നേരത്തെ ദുർഗയുടെ ചുറ്റിനും ഉണ്ടായിരുന്നതുപോലെ ആ പച്ച നിറമുള്ള പ്രകാശരശ്മികൾ അപ്പോൾ അവനു ചുറ്റും കറങ്ങുന്നുണ്ടായിരുന്നു. പാറകളിലും മണ്ണിലും കയ്യിലെയും കാലിലെയും നഖങ്ങൾ ആഴ്ത്തി ആ അസുരൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതിനേക്കാൾ ശക്തിയിലായിരുന്നു ആദ്യം അവരെ മുകളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നത്. മുകളിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞ ഉടനെ അവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്നും ആ കയറിന്റെ ചുരുളുകൾ അഴിഞ്ഞുമാറി. അസുരന്റെ പിടിയിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ദുർഗ നോക്കി നിൽക്കെ ആ കയർ മുമ്പൊരിക്കൽ ആദിക്ക് തൃശൂലം ലഭിച്ച ഗുഹയിൽ വെച്ച് കണ്ട മനസ എന്ന നാഗദേവതയായി രൂപം മാറി. അവരുടെ അടുത്തേക്ക് ഓടി വന്ന ആദി താഴെ വീണ് കിടന്ന അസുരന്റെ തലയിൽ ചവിട്ടിപ്പിടിച്ചതിന് ശേഷം അവന്റെ ഇടത് കൈയിൽ നിന്നും ദുർഗയെ വലിച്ച് പുറത്തേക്കെടുത്തു. അടുത്ത നിമിഷം തന്നെ ആദി തന്റെ കയ്യിൽ കിടന്നിരുന്ന മരതകവള ഊരി തിരികെ അവളുടെ കയ്യിലേക്ക് അണിയിച്ചു കൊടുത്തു. തന്റെ ശക്തികൾ തിരികെ കിട്ടിയ ദുർഗ കൈകൾ കുത്തി എഴുന്നേറ്റതിന് ശേഷം അവർക്ക് നേരെ വരുന്ന അസുരന്റെ അടുത്തേക്ക് ഓടി. അവൾക്ക് തൊട്ടു പിന്നാലെ ആദിയും. അവന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ദുർഗ എഴുന്നേൽക്കുന്നതിന് വേണ്ടി അവൻ മടക്കി വെച്ച മുട്ടുകാലിൽ ചവിട്ടി മുകളിലേക്ക് കുതിച്ചു. മുകളിലേക്ക് കുതിച്ചുയർന്ന് അവന്റെ തലയിലെ കൊമ്പുകളിൽ പിടിച്ച് വട്ടം കറങ്ങിയ അവൾ അവന്റെ കഴുത്തിന് പുറകിലിരുന്ന് ഇരു കാലുകളും തോളിൽ കൂടി താഴേക്കിട്ട് കുരുക്കി പിടിച്ചു. അവളെ പിടിക്കുവാൻ മുകളിലേക്ക് ഉയർത്തിയ അവന്റെ ഇരു കൈകളും തന്റെ കൈകൾ കൊണ്ട് പിടിച്ച അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച ആ കൈകൾ പുറകിലേക്ക് വലിച്ചു പിടിച്ചു. അവൾക്കു തൊട്ടുപുറകെ ഓടിയെത്തിയ ആദിയുടെ കൈകളിൽ പ്രത്യക്ഷപ്പെട്ട ത്രിശൂലം അവൻ ആ അസുരന്റെ നെഞ്ചിന് താഴെ നിന്നും മുകളിലേക്ക് കുത്തി അമർത്തി. അവന്റെ നെഞ്ചിൻ കൂട് തകർത്ത് അകത്തേക്ക് കയറിയ ആ ത്രിശൂലം അവന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. നിന്ന നിൽപ്പിൽ അവിടെ നിന്നും മലറിക്കരിഞ്ഞുകൊണ്ട് വിറക്കാൻ തുടങ്ങിയ അവന്റെ ശരീരം പതുക്കെ കരിഞ്ഞ് പുക ഉയരുവാൻ തുടങ്ങി. അവന്റെ തോളിൽ നിന്നും ചാടി ഇറങ്ങിയ ദുർഗ താഴെ ആദിയുടെ ഇടതുവശം ചേർന്ന് നിന്നു. അസുരനായി മാറിയ നാഗറാവുവിന്റെ ശരീരം അവർക്ക് മുന്നിൽ കരിഞ്ഞില്ലാതാകുന്നതും അതിൽ നിന്നും ഉയർന്ന പുകച്ചുരുളുകൾ മുകളിലേക്ക് കറങ്ങി ഉയർന്ന് ഇടങ്ങിൽ കൂടി അകത്തേക്ക് അപ്രത്യക്ഷമാവുന്നതും നോക്കി അവർ നിന്നു. ഇടത് കൈയിൽ വട്ടം പിടിച്ച് നെഞ്ചോരം ചേർത്ത് നിർത്തിയ കുമാരിയും വലത് കൈയിൽ തൃശൂലവും പിടിച്ചുകൊണ്ട് മാനവേദരുദ്രനും ശിവനും ശക്തിയും പോലെ അവരവിടെ നിന്നു. ദുർഗയെ ചേർത്തു പിടിച്ചു നിന്നിരുന്ന ആദിയുടെ അടുത്തെത്തിയ നാഗദേവത അവനെ വണങ്ങി. രുദ്ര, ആ കാണുന്ന കിടങ്ങിനപ്പുറത്തുള്ള ക്ഷേത്രത്തിന്റെ മുന്നിലായി ഒരു ആമ്പൽക്കുളമുണ്ട്.
അതിൽ നിന്നും 5 ആമ്പലുകൾ പറിച്ചെടുത്തിട്ട് അതുമായി വേണം ക്ഷേത്രത്തിനകത്തേക്ക് കയറുവാൻ. ക്ഷേത്രത്തിനകത്ത് കടന്നാൽ വലതുവശത്തേക്ക് ഒരു ചെറിയ ഗുഹ പോലെ കാണാം. അവിടെ ഉള്ള ഒരു ചെറിയ ശിവലിംഗം കാണുവാൻ സാധിക്കും. അതിനെ ഒരു പ്രാവശ്യം വലം വെച്ചതിന് ശേഷം അകത്തേക്ക് കയറുക. അവിടെ അകത്തായി പരസ്പരം നോക്കിയിരിക്കുന്ന വിധത്തിൽ 4 ശിവപ്രതിമകൾ കാണുവാൻ സാധിക്കും. നിങ്ങൾ പറിച്ചെടുത്ത ആമ്പൽ പൂവുകൾ ഓരോന്ന് വീതം ആ പ്രതിമയ്ക്ക് മുന്നിൽ വെച്ച് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലണം. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയാൽ കാണുന്നത് നാഗരാജാവായ വാസുകിദേവന്റെ പ്രതിമയായിരിക്കും. കയ്യിൽ അവശേഷിക്കുന്ന 5ാമത്തെ ആമ്പൽ പൂവ് ആ പ്രതിമയ്ക്ക് മുന്നിൽ വെച്ച് നാഗരാജാവിനെ വാസുകി ഗായത്രി മന്ത്രം ചൊല്ലി വണങ്ങുക. ബാക്കിയെല്ലാം അവിടെ വെച്ച് അറിയുവാൻ സാധിക്കും. എനിക്ക് പോകുവാൻ സമയമായിരിക്കുന്നു. വീണ്ടും കാണാം. അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ നാഗദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി. ആദിയും ദുർഗയും തങ്ങളുടെ കുതിരകളുടെ പുറത്തു കയറി ആ കിടങ്ങിന് മുകളിൽ കൂടി പറന്ന് ക്ഷേത്രത്തിന് മുന്നിലായി ഇറങ്ങി. പിരമിഡ് ആകൃതിയിൽ പണിതീർത്തിരിക്കുന്ന ഒരു ക്ഷേത്രം, ചുറ്റിനും അകത്തേക്ക് കയറാനുള്ള കമാനങ്ങൾ, എല്ലാ കമാനങ്ങളിലും ഓരോ പ്രതിമകൾ, ക്ഷേത്രത്തിന് മുന്നിലായി വലിയൊരു അമ്പൽക്കുളം, അതിൽ വിരിഞ്ഞു നിൽക്കുന്ന അമ്പലുകൾ. നാഗദേവത പറഞ്ഞതുപോലെ ആ കുളത്തിൽ നിന്നും 5 ആമ്പലുകൾ പറിച്ചെടുത്തതിന് ശേഷം അവർ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ക്ഷേത്രത്തിനകത്ത് പടർന്നു നിൽക്കുന്ന വള്ളിച്ചെടികൾക്കിടയിൽ കൂടി വലതുവശത്തേക്കും ഇടതുവശത്തേക്കും പോകുന്ന ഓരോ ഗുഹകൾ. വലതുവശത്തെ ഗുഹയിൽ ഉള്ള ഒരു ശിവലിംഗം. ആ ഗുഹയിലേക്ക് കടന്ന അവർ ശിവലിംഗത്തെ വലം വെച്ചതിന് ശേഷം അകത്തേക്ക് നടന്നു. അവിടെ നിന്നും നടന്ന് അവർ ചെന്നെത്തിയത് ശ്രീപരമേശ്വരന്റെ 4 പ്രതിമകൾ ഇരിക്കുന്ന മറ്റൊരു ഗുഹയിലേക്കാണ്. പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ആ പ്രതിമകൾക്ക് മുന്നിലായി ആമ്പൽപ്പൂക്കൾ വെച്ച് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ആ പ്രതിമകളെ വണങ്ങിയതിനു ശേഷം അവർ അകത്തേക്ക് നടന്നു. അവിടെ നിന്നും നടന്നവർ ചെന്ന് കയറിയത് നാഗരാജാവായ വാസുകിദേവന്റെ വലിയൊരു പ്രതിമയുടെ മുന്നിലേക്കായിരുന്നു. വാടാത്ത പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച ആ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും അവരിരുവരും വാസുകി ഗായത്രി മന്ത്രം ചൊല്ലി. ഓം സർപ്പരാജാവായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. 3 പ്രാവശ്യം വാസുകി ഗായത്രി മന്ത്രം ചൊല്ലിയതിനു ശേഷം നിലത്ത് തലകുമ്പിട്ടിരുന്ന പ്രതിമയെ വന്ദിച്ച അവർക്ക് മുന്നിൽ ഭയാനകമായ ഒരു ശീൽക്കാരം കേട്ടപ്പോഴാണ് അവർ കണ്ണുകൾ തുറന്നത്. അവർക്ക് തൊട്ടു മുന്നിലായി അരക്ക് മുകളിലേക്ക് മനുഷ്യരൂപവും താഴേക്ക് നാഗരൂപവുമായി സാക്ഷാൽ വാസുകി നാഗരാജാവ് നിൽക്കുന്നുണ്ടായിരുന്നു. നാഗരാജാവിന്റെ കയ്യിൽ തിളങ്ങുന്ന ഒരു ത്രിശൂലവും അവർ കണ്ടു. തലകുമ്പിട്ട് നാഗരാജാവിനെ വണങ്ങി അവർക്ക് നേരെ തന്റെ ആയുധമുയർത്തി വാസുകിദേവൻ പാഞ്ഞെടുത്തു. മുന്നിൽ നിൽക്കുന്ന ആദിയെ അപ്രതീക്ഷിതമായിട്ടാണ് വാസുകിദേവൻ ത്രിശൂലം കൊണ്ട് ആക്രമിച്ചത്. അപകടം മനസ്സിലാക്കിയ ആദി ദുർഗയെ ഒരു വശത്തേക്ക് തള്ളി നീക്കിയതിനു ശേഷം അല്പം പുറകോട്ടൊഴിഞ്ഞു മാറി. അത് കഴിഞ്ഞ് മുന്നിലേക്ക് ചുവടുവെച്ച് നിന്ന അവന്റെ കയ്യിൽ മഹാദേവന്റെ ആ ദിവ്യമായ ത്രിശൂലവും ഉണ്ടായിരുന്നു. തന്റെ തലയ്ക്ക് നേരെ വന്ന നാഗരാജാവിന്റെ ത്രിശൂലത്തെ തന്റെ കയ്യിലിരുന്ന ത്രിശൂലം കൊണ്ട് ആദി തടഞ്ഞു. ഭയാനകമായ ഒരു ഹുങ്കാരം അവിടെ മുഴങ്ങി. ആ ക്ഷേത്രം ഒന്നാകെ കുലുങ്ങി വിറച്ചു. അവർക്കു ചുറ്റും ശംഖുനാദം മുഴങ്ങി. ആ ലക്ഷണങ്ങൾ കണ്ട് നാഗരാജാവിന്റെ കണ്ണുകൾ വിടർന്നു. എങ്കിലും അദ്ദേഹം തന്റെ ശക്തി ഉപയോഗിച്ച് ത്രിശൂലം കൊണ്ട് ആദിയെ മുൻപിലേക്ക് തന്നെ തള്ളി. ഇടതുകാല് മുന്നോട്ട് വെച്ച് നാഗരാജാവിന്റെ ആക്രമണം പ്രതിരോധിച്ച ആദി ആ ശക്തി മൂലം സാവധാനം പുറകോട്ട് നിരങ്ങി നീങ്ങി. അവന്റെ കാൽപാദത്തിന് കീഴെ കരിങ്കൽ പാകിയ നിലം ആ ശക്തിയാൽ വിണ്ടുകീറി. അടുത്ത നിമിഷം നാഗരാജാവ് തന്റെ വാലുകൊണ്ട് ആദിയെ ചുറ്റി വരിയാൻ ശ്രമിച്ചു. തനിക്ക് നേരെ വരുന്ന നാഗരാജാവിന്റെ വാല് കണ്ട ആദി മുകളിലേക്ക് ഉയർന്നു ചാടി. മലക്കം പറഞ്ഞ് നാഗരാജാവിന്റെ തലയ്ക്ക് മുകളിലൂടെ അദ്ദേഹത്തിന്റെ പുറകിലായി നിലയുറപ്പിച്ച് തന്റെ കയ്യിലിരുന്ന ത്രിശൂലത്തിന്റെ താഴ്ഭാഗം കൊണ്ട് നാഗരാജാവിന്റെ മുതുകിൽ അവൻ ആഞ്ഞു പ്രഹരിച്ചു. ആ പ്രഹരമേറ്റ് മുന്നോട്ടു കുനിഞ്ഞ വാസുകിദേവന്റെ ശിരസ് ലക്ഷ്യമാക്കി പുറകിൽ നിന്നും ആദ്യ തന്റെ ത്രിശൂലം 2 കൈകൾ കൊണ്ടും ഉയർത്തി മുകളിലേക്ക് ആഞ്ഞു വീശി. വാസുകിദേവൻ 2 കൈകൾ കൊണ്ടും തന്റെ ത്രിശൂലം വട്ടം പിടിച്ച് മുകളിൽ നിന്നും വന്ന ആദിയുടെ പ്രഹരത്തെ തടഞ്ഞു. ആയുധങ്ങളുടെ ഏറ്റുമുട്ടലിൽ തീപ്പൊരികൾ പറന്നു. ആദ്യ തന്റെ ത്രിശൂലം 2 കൈകൾ കൊണ്ടും വട്ടം തിരിച്ചുപിടിച്ച് വാസുകിദേവൻ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരുന്ന ത്രിശൂലത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു ചാടി. വാസുകിദേവന്റെ തലയ്ക്ക് മുകളിൽ കൂടി കരണം മറിഞ്ഞ് അദ്ദേഹത്തിന്റെ മുന്നിലായി വലതുകാൽ മുന്നോട്ട് വെച്ച് നിലത്തമർന്നു നിന്ന ആദിയുടെ കയ്യിൽ അവന്റേതു കൂടാതെ വാസുകിദേവന്റെയും ത്രിശൂലമുണ്ടായിരുന്നു. അടുത്ത നിമിഷം വല്ലാത്തൊരു ശബ്ദത്തോടുകൂടി ആ 2 ത്രിശൂലങ്ങളും ആദിയുടെ കയ്യിലിരുന്ന് ഒന്നായി ചേർന്ന് ഒരൊറ്റ ത്രിശൂലമായി മാറി. ത്രിശൂലത്തിനു ചുറ്റും ഒഴുകി നടന്നിരുന്ന വെള്ളിക്കിരണങ്ങൾ സുവർണ നിറമായി രൂപം പ്രാപിച്ചു. തന്റെ കയ്യിലിരുന്ന ത്രിശൂലത്തിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചതായി ആദി മനസ്സിലാക്കി. തുടരും. രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് കഥ എത്തിക്കുവാൻ സഹായിക്കണേ. താങ്ക്
Season 4.